കേരളത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തമിഴ്നാടിന് ജലവും വേണം എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. സുപ്രീം കോടതിയിൽ നിൽക്കുന്ന വിഷയം എന്നതിനാൽ എന്തെങ്കിലും അഭിപ്രായം പറയാനാകില്ല. കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയത്തിൽ കമ്പം MLAയുടെ പ്രതികരണത്തിനും മറുപടി നൽകാൻ കഴിയില്ലെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ കേരളം എന്നും തയ്യാറാണ്. പക്ഷേ കേരള ജനതയുടെ സുരക്ഷ ഉറപ്പാക്കണം. അപ്പോൾ ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ, അതുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയം എന്ന നിലയിൽ സുപ്രീം കോടതിയെ ഇക്കാര്യങ്ങൾ വീണ്ടും ബോധ്യപ്പെടുത്തി കേരളത്തിൽ ഒരു മുല്ലപ്പെരിയാറിൽ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട്. പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 സംസ്ഥാനത്തും പുതിയ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയും സർക്കാരും ഈ വിഷയം പ്രത്യേകം പരിശോധിക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ ബഡ്ജറ്റ് അവതരണത്തിലേക്ക് വരികയാണ്. 19-ാം തീയതി പുതിയ ബഡ്ജറ്റ് വരികയാണ്. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് പ്രത്യേകമായ പരിശോധനയ്ക്ക് ഞങ്ങൾ തയ്യാറാവും. ഗവൺമെൻറ് ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം സുപ്രീം കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കും. അപ്പോൾ വകുപ്പ് തലത്തിൽ പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതി കേരളത്തോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വേണ്ടതുപോലെ സുപ്രീം കോടതിയിലേക്ക് മറുപടി കൊടുത്തിട്ടില്ല. സുപ്രീം കോടതിയിൽ നമ്മൾ തൃപ്തികരമായി ചെയ്തു തീർക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി തലത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഇടപെട്ട് സമവായത്തിലെത്താനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നത്. കോടതി ആവശ്യപ്പെട്ട പല കാര്യങ്ങളും സമയബന്ധിതമായി കോടതിയിൽ സമർപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. അതിനാൽ സുപ്രീം കോടതിയിലെ സ്ഥിതി പഠിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്നും മോൻസ് ജോസഫ് ഇടുക്കിയിൽ പറഞ്ഞു. കേരള 1 മലയാളം, ഇടുക്കി.